ഉണ്ണിക്കണ്ണ റീലായിട്ട് നമ്മൾ ഷെയർ ചെയ്തൊരു ഫോട്ടോ അല്ലേ വിജയുടെ കൂടെ ഉള്ളത്, അതിന് ശരിക്കുള്ള ഫോട്ടോ ആണോ? അല്ലല്ല, അത് ഫോട്ടോ വരും കോസ്റ്റ്യൂമിലാണ്. അല്ലാതെ അത് ശരിക്കുള്ള ഫോട്ടോ അല്ലല്ല. ഇത് എപ്പോഴാ പുറത്ത് വിടാ ഫോട്ടോ? അത് അവര് അയച്ചു തരാന്നാ പറഞ്ഞ. സിനിമ റിലീസിന് ശേഷം ഉണ്ടാവുള്ളൂ. അതെങ്ങനെയെന്ന് അറിയില്ല, അവര് അയച്ചു തരാന്നാ പറഞ്ഞ. ഹാപ്പിയാണ്, ഒരുപാട് സന്തോഷമാണ്. ശരിക്കും എത്ര ദൂരം നടന്നു? ശരിക്കും 650 മേലെ നടന്നിട്ടുണ്ട്. മേലെ ആയിരിക്കും, എത്രയെന്ന് അറിയില്ല, മേലെ നടന്നിട്ടുണ്ട്. എത്ര ദിവസം കൊണ്ട് നടന്നത്? 34-35 ദിവസം കൊണ്ട്. 35 ദിവസം. എത്ര ദിവസം സ്റ്റേ അടിച്ചു? 1-2 ദിവസം, 2-3 ദിവസം വെയ്യാതെ കാലുതായിട്ട് അങ്ങനെ സ്റ്റേ ആയിട്ടുള്ളൂ. അല്ലാതെ വേറെ എല്ലാ സ്റ്റേ നടന്നിട്ടില്ല. വിജയ് ഫാൻസിന്റെ വീട്ടിലും അങ്ങനെ. അതെ. പിന്നെ ബേക്കറി ഉണ്ടായി, ആരോമയ കേക്ക്സ്, അങ്ങനെ കുറേ ബേക്കറി, വിജയനാൻ്റെ പാർട്ടി, ഫാൻസുകാർ, പിന്നെ കേരളത്തിലുള്ളവർ. പോണ വഴിക്കൊക്കെ ഓരോ ഡ്രൈവർമാരും ഏട്ടന്മാരും KL ആയിരിക്കും, TN ആയിരിക്കാം, വേറെ രജിസ്ട്രേഷൻ വണ്ടി ആയിരിക്കും. ഉണ്ണിക്കണ്ണന്നൊരു വിളിയുണ്ട്. പോലീസുകാർ നിരീക്ഷിക്കുന്ന പോലെ കേരളത്തിൽ നിന്ന് അവിടം വരെ ഓരോ ആളുകാരും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1 കിലോമീറ്റർ പോലും വണ്ടിയിൽ സഞ്ചരിച്ചിട്ടില്ല, എല്ലാം നടന്നിട്ട് 600 കിലോമീറ്ററിന് മുകളിൽ. വലിയൊരു സംഭവമാണ്. എന്നിട്ട് വീട്ടുകാരൊക്കെ എന്ത് പറയുന്നു? ഭയങ്കര സപ്പോർട്ടാണ്. ശരിക്കും നേരെ വീട്ടിലേക്കാണോ? നേരെ വീട്ടിലേക്കാ. എനിക്ക് സിനിമ അഭിനയിക്കാൻ ആഗ്രഹം, പിന്നെ എൻ്റെ വീട് നോക്കണം. അങ്ങനെ ആഗ്രഹം കൊണ്ട് ഈ 4ാം ക്ലാസ്സുകാരനെ അല്ല, അങ്ങനെ കിട്ടിയേ പോകാം. 4ാം ക്ലാസ്സുകാരനല്ലേ, വിളിച്ചു. അവർക്ക് ഹാപ്പിയാണ്, ഭയങ്കര സന്തോഷമാണ്. അതെ. കണ്ടു. വിജയനെ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഉണ്ണിക്കണ്ണൻ ചേട്ടൻ. അപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് പറഞ്ഞവരുണ്ട്. കൂടിയിട്ട് വലിയൊരു ലക്ഷ്യത്തിലെത്തിയിട്ട് അദ്ദേഹം ആളെ കണ്ടിട്ട് ഇവിടെ തിരിച്ചു പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത് ആ സന്തോഷത്തിനെ കുറിച്ച്? എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇപ്പോഴും സ്വപ്നമാണെന്ന് വിശ്വസിക്കില്ല. അത് സപ്പോർട്ടല്ലേ ഏട്ടാ. താങ്ക് യു ഏട്ടാ. എനിക്ക് അങ്ങനെ എല്ലാ സന്തോഷം കൊണ്ടൊന്നും സിനിമയിൽ കണ്ട പോലെ തന്നെ നല്ല സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. ശരിക്കും അതുകൊണ്ടാണ് നമ്മുടെ ഇളയ തലവതി എന്ന വേൾഡ് മൊത്തം ഇഷ്ടപ്പെടുന്നത്. ആ പച്ചയായ മനുഷ്യൻ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഇതിനിടയ്ക്ക് നടക്കുന്ന സമയത്ത് കാലിനൊക്കെ ഒരു മുഴ വന്നാൽ അത് കുറച്ച് സീരിയസ് ആയിട്ട് വരുന്നല്ലോ. അത് പിന്നീട് എന്തായി? ഹോസ്പിറ്റലിൽ കാണിച്ചു.